അമ്മയുടെ തൃപ്പാദ ദർശനം കൊണ്ട് പുണ്യം നേടിയ ഒരു ഭക്തൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. വടക്കൻ കേരളത്തിൽ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ഇത് ഐതിഹ്യമാലയിലുള്ള കഥയാണ്. അദ്ദേഹം പെട്ടെന്ന് ദാരിദ്ര്യദശ അദ്ദേഹത്തിന് വന്നു. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും അദ്ദേഹത്തെ വെറുത്തു, വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു കാട്ടിലേക്ക് പ്രവേശിച്ചു. കാട്ടിൻ്റെ ഉള്ളിൽ നടന്ന് അദ്ദേഹം രാത്രിയായി. ക്ഷീണിച്ച അദ്ദേഹം വേറെ നിവൃത്തിയില്ലാതെ ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് നോക്കി ഒരു ഋഷിയുടെ ആശ്രമത്തിൽ എത്തിപ്പെട്ടു. ആ ഋഷി വളരെ കാരുണ്യമുള്ള ആളായിരുന്നു. അദ്ദേഹം ഈ ബ്രാഹ്മണനെ നല്ല രീതിയിൽ സ്വീകരിച്ചു, പഴങ്ങളൊക്കെ കൊടുത്തു, കഴിക്കാൻ ഏർപ്പാട് ചെയ്തു, കിടക്കാൻ സ്ഥലം കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ഋഷി ഇദ്ദേഹത്തിൻ്റെ വൃത്താന്തങ്ങളൊക്കെ അന്വേഷിച്ചു. ഇദ്ദേഹം എവിടെ നിന്നാണ്? അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. വീട്ടിലുള്ളവരെല്ലാം വെറുത്തു, വീട്ടിൽ നിന്ന് പുറത്തു ആട്ടി ഓടിച്ചു, ഇങ്ങനെ ഞാൻ ഗതിയില്ലാത്തവനാണിപ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഋഷി പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട, എൻ്റെ കൂടെ താമസിക്കാം, എൻ്റെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞു. കുറേ കാലം ഋഷിയുടെ കൂടെ നിന്നു. ഋഷിയുടെ കൂടെ നിന്നപ്പോഴാണ് ഋഷി ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇദ്ദേഹം വേദങ്ങളൊക്കെ തെറ്റിച്ചൊല്ലിയത് കൊണ്ടാണ് ഈ ദുർദശ അദ്ദേഹം പ്രാപിച്ചത് എന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ആ വേദങ്ങളൊക്കെ ഒരു പശുവിൻ്റെ ചെവിയിൽ ചൊല്ലി. അങ്ങനെ തെറ്റായി ചൊല്ലിയ ആ രീതികളൊക്കെ അദ്ദേഹം മറന്നു. എന്നിട്ട് വേദങ്ങളൊക്കെ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ഇദ്ദേഹം കഴിഞ്ഞു. നമ്പൂതിരി ഋഷിയുടെ ശിഷ്യനായി മാറി. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയത്. അതായത് ഈ ഋഷി രാത്രികളിൽ ഉറങ്ങാറില്ല എന്നുള്ളത്. അതുപോലെ വിചിത്രമായ ശബ്ദങ്ങളും അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിന് ആകാംക്ഷ വന്നു. അദ്ദേഹം ഒരു ദിവസം രാത്രി ചെന്ന് നോക്കിയപ്പോഴാണ് ദേവന്മാരൊക്കെ അവിടെ വരുന്നതും ദേവന്മാരുടെ കൂടെ ഇദ്ദേഹം സംസാരിക്കുന്നതായിട്ടൊക്കെ കണ്ടു. എന്താ സംസാരിക്കുന്നതെന്നുള്ള ആകാംക്ഷ ഇദ്ദേഹം അത് ശ്രദ്ധിച്ചു. അപ്പോൾ ദേവന്മാരൊക്കെ ഇദ്ദേഹത്തെ കൈലാസത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. കൈലാസത്തിൽ ഒരു ഉത്സവം, അതിൽ ഈ ഋഷി പങ്കെടുക്കണം എന്നവർ ക്ഷണിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഈ നമ്പൂതിരി ഋഷിയുടെ അടുത്ത് പോയി, ഞാൻ ഒരു അപരാധം ചെയ്തു, ഞാൻ അങ്ങയുടെ മുറിയിലെ ഇന്നലെ രാത്രി നോക്കി, ദേവന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കണ്ടു, അങ്ങയെ കൈലാസത്തിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് കണ്ടു, എന്നെയും കൂടി അങ്ങ് കൈലാസത്തിലേക്ക് കൊണ്ടുപോകണം, ആ ദിവസം കൊണ്ടുപോകണം, എനിക്കും അത് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഋഷി പറഞ്ഞു, വളരെ പുണ്യശാലികളായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള ചിലർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ, അങ്ങേക്ക് അതിനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ശിഷ്യൻ വീണ്ടും ശാഠ്യം പിടിച്ചു, എന്നെ എങ്ങനെയെങ്കിലും അങ്ങ് കൊണ്ടുപോകണം, കാരുണ്യം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഋഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൂടെ വരൂ, എൻ്റെ ചെറുവിരൽ പിടിച്ചുകൊണ്ട് വേണം അങ്ങ് നടക്കാൻ, ഒരിക്കലും തല ഉയർത്തി നോക്കാൻ പാടില്ല, ഒന്നും മിണ്ടാൻ പാടില്ല, എന്ത് കണ്ടാലും ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്പൂതിരി സമ്മതിച്ചു. അങ്ങനെ ആ സുദിനം വന്നു. നമ്പൂതിരിയും ഋഷിയും കൂടി, ഋഷിയുടെ അനുഗ്രഹം കൊണ്ട് ഈ നമ്പൂതിരിയും കൈലാസത്തിലെത്തി. കൈലാസത്തിൽ വലിയ അലങ്കാരങ്ങളാണ്. എവിടെ നോക്കിയാലും വാദ്യം, എവിടെ നോക്കിയാലും വേദഘോഷം, ശംഖനാദം, നൃത്തങ്ങൾ, ഗീതങ്ങൾ, അലങ്കാരങ്ങൾ. സാക്ഷാത് മഹാവിഷ്ണു കവാടത്തിൽ നിൽക്കുന്നു, ഓരോരുത്തരെയും ഉള്ളിലേക്ക് വരുവാൻ ക്ഷണിക്കുന്നു, സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. എവിടെ നോക്കിയാലും മഹോത്സവം നടക്കുകയാണ്. അവിടെ വലിയ വലിയ ചർച്ചകൾ നടക്കുന്നു, വേദാന്ത ചർച്ചകൾ നടക്കുന്നു. ഉച്ച സമയമായി, എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്ന സമയമാണ്, തിരുവൂട്ട് ഉണ്ട്. നമ്പൂതിരിയും ഈ ഋഷിയുടെ കൂടെ ചെന്ന് ഇരുന്നു. സാക്ഷാത് മഹാവിഷ്ണു, സാക്ഷാത് പരമേശ്വരൻ ഇവരൊക്കെ ഭക്ഷണം വിളമ്പുന്നു. പാർവതിയും അവരുടെ കൂടെയുണ്ട്. അങ്ങനെ നമ്പൂതിരിയുടെ അടുത്ത് ഇവരെത്തി. ദേവി പായസം വിളമ്പുന്ന സന്ദർഭമാണ്. അപ്പോൾ ഇദ്ദേഹം ദേവിയുടെ കാലുകളിലേക്ക് നോക്കി. ഗൂഢഗുൽഭ കൂർമ്മപൃഷ്ഠ ജൈഷ്ണു പ്രപദാൻവിത
നഖദീതി സഞ്ചന്ന നമജ്ജന തമോഗുണ പദദ്വയ പ്രഭാജാല പരാഗത സരോരുഹ എന്നൊക്കെ ലളിതാ സഹസ്രനാമം ദേവിയുടെ തൃപ്പാദങ്ങളെ വർണ്ണിക്കുന്നു. ആമയുടെ ഓടുപോലെയും താമരകളെ വെല്ലുന്ന സൗന്ദര്യത്തോടു കൂടിയും ഭുക്തിമുക്തിയെ നൽകുന്ന ശക്തിയോടുകൂടിയുമുള്ള ആ തൃപ്പാദങ്ങൾ അതിസുന്ദരമാണ്. അത് കണ്ടപ്പോൾ നമ്പൂതിരിക്ക് സഹിച്ചില്ല. ഇത്രയും മനോഹരമായ പാദദർശനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അത് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അമ്മയുടെ മുഖത്ത് നോക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. തല ഉയർത്തി നോക്കി. അപ്പോൾ അന്യ മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ ദേവിയുടെ അടുത്തുണ്ടായിരുന്ന നന്ദി അദ്ദേഹത്തെ ചവിട്ടി. അദ്ദേഹം ഭൂമിയിലേക്ക് പതിച്ചു. പെരുങ്ങോട് എന്ന് പറയുന്ന ഒരു കുളത്തിൽ വന്ന് വീണു. അബോധാവസ്ഥയിൽ ആയി. പിറ്റേ ദിവസം കുളിക്കാൻ വന്നവർ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ദേവിയുടെ തൃപ്പാദ ദർശനം കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രശസ്തി ഉണ്ടായി. അദ്ദേഹം മരുന്ന് കൊടുക്കുന്നതൊക്കെ ഫലിച്ചു. അദ്ദേഹം ഒരു വൈദ്യനായിട്ട് മാറി. എല്ലാവരും അദ്ദേഹത്തെ അമ്മയുടെ ഒരു പരമഭക്തനായിട്ട് കണ്ടു. അങ്ങനെ ചരണങ്ങളെ കണ്ട മാത്രയിൽ ഒരാൾക്ക് വലിയ ഉദ്ഗതി ഉണ്ടായി എന്ന് ഐതിഹ്യമാല പറയുന്നു.